നമസ്കാരം. സൃഷ്ടിയും സംഹാരവും ഒരാൾ തന്നെ നിർവഹിക്കുന്നത് പോലെയാണ് ട്രംപിന്റെ കാര്യം. യുദ്ധങ്ങളുടെ ഒക്കെ അണിയറയിൽ കീറി മുറിച്ച് പരിശോധിച്ചാൽ പൊടിയുന്നത് ട്രംപിന്റെ രക്തം തന്നെയായിരിക്കും. എന്നിട്ടും കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്നതുപോലെ ട്രംപിന്റെ കണ്ണ് മുഴുവൻ സമാധാനത്തിന്റെ നൊബേലിലാണ്. യുദ്ധം നടന്നു, ലോകം അവസാനിച്ചാലും കുഴപ്പമില്ല, കുറെ പേര് മരിച്ചു കഴിയുമ്പോൾ സ്റ്റോപ്പ് ബോർഡ് വെക്കാൻ ട്രംപ് അവതാരമെടുക്കും. എന്നിട്ട് താനാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്ന ലേബലിൽ ഒരു നോബൽ ചുളിവിന് കിട്ടിയാൽ ട്രംപിന് എന്താ പുളിക്കുമോ എന്നാണ് ട്രംപിന്റെ ഉള്ളിലിരിപ്പ്. ഒബാമയ്ക്ക് നോബൽ കിട്ടിയത് മുതൽ തുടങ്ങിയതാണ് ഈ നൊബേൽ കൊതി. ഇന്നത്തോടെ എന്തായാലും അതിനൊരു പരിസമാപ്തി ആകുമെങ്കിലും ട്രംപിന് കിടന്നിട്ട് ഉറക്കവുമില്ല, ഇരുന്നിട്ട് ഇരിപ്പും ഉറക്കുന്നില്ല. എന്നാൽ പിന്നെ ഒബാമയെ തന്നെ നാല് പറഞ്ഞിട്ട് സമാധാനം കിട്ടുമോ എന്ന് നോക്കാമെന്നാണ് ട്രംപിന്റെ തീരുമാനം. തന്റെ മുൻഗാമി ബരാക് ഒബാമയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചതിനെ വിമർശിച്ചാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. യാതൊന്നും ചെയ്യാതിരുന്നതിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് എന്നാണ് ട്രംപിന്റെ പുതിയ വാദം. എന്നിട്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെടുകയും രാജ്യത്തെ നശിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത ഒബാമയ്ക്ക് അവർ പുരസ്കാരം നൽകുകയും ചെയ്തു എന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. ഒബാമ ഒരു നല്ല പ്രസിഡന്റ് ആയിരുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. താൻ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടെന്നും അങ്ങനൊന്ന് മുൻപ് സംഭവിച്ചിട്ടില്ല എന്നും ട്രംപ് പറഞ്ഞു. ഇതേ വീരവാദം തന്നെയാണ് ട്രംപ് കുറെ നാളായി ഉന്നയിക്കുന്നത്. ആ 8-ൽ 1 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ് എന്നുള്ളതാണ് മറ്റൊരു രസകരമായ വസ്തുത. നിരവധി ജീവനുകൾ രക്ഷിക്കാനാണ് താൻ അങ്ങനെ ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യാഴാഴ്ച ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളോട് സംവദിക്കവെയായിരുന്നു പ്രസിഡന്റിന്റെ പരാമർശം. 2009 ആദ്യവട്ടം US പ്രസിഡന്റ് പദത്തിലെത്തി 8-ാം മാസത്തിലായിരുന്നു ഒബാമയ്ക്ക് നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്രവും ജനങ്ങൾ തമ്മിലുള്ള സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒബാമയുടെ അസാധാരണ ശ്രമങ്ങൾ മുൻനിർത്തിയായിരുന്നു ഒബാമയെ നോർവീജിയൻ നൊബേൽ സമിതി പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് എന്തുകൊണ്ടും താൻ അർഹനാണെന്ന പ്രഖ്യാപനം ഇതിനകം തന്നെ ട്രംപ് പലകുറി നടത്തിയിട്ടുണ്ട്. 4 കൊല്ലത്തെ ഇടവേളയ്ക്കിപ്പുറം US പ്രസിഡന്റ് സ്ഥാനത്ത് രണ്ടാമത് എത്തിയതിനു പിന്നാലെ നിരവധി അന്താരാഷ്ട്ര സംഘർഷങ്ങൾ താൻ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇന്നാണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര പ്രഖ്യാപനം നടക്കുന്നത്. പ്രഖ്യാപനത്തിൽ തനിക്ക് നൊബേൽ കിട്ടുമെന്ന ദിവാസ്വപ്നത്തിൽ തന്നെയാണ് ട്രംപ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇനി എങ്ങാനും ട്രംപിന് അത് കിട്ടിയില്ല എങ്കിൽ അതിന്റെ കലി തീർക്കുന്നത് താരിഫ് ലോകത്തിന് മുഴുവൻ കൂട്ടിയിട്ടാണോ അതോ അമേരിക്ക മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണോ എന്ന കാര്യം കണ്ടറിയണം. ട്രംപിന് കിട്ടാത്ത നൊബേൽ ഇനി ആർക്ക് കിട്ടിയാലും കിട്ടുന്ന ആളുടെയും ആ രാജ്യത്തിന്റെയും കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന കാര്യവും ഉറപ്പാണ്. എന്താണെങ്കിലും ട്രംപ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ആ നൊബേൽ കയ്യിൽ കിട്ടാൻ. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ എല്ലാം തകർന്നു തരിപ്പണമാകാതിരുന്നാൽ കൊള്ളാം.